നമസ്തേ. നമ്മൾ പൊതുവെ എല്ലാവരും പരാതി പറയുന്നവരാണ് ഈശ്വരനോട്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ സാധിക്കാനായിട്ട് പലപ്പോഴും അതടുക്കുന്ന സമയത്ത് ഓരോരോ പ്രത്യേക വഴിപാടുകൾ കാര്യസാധ്യത്തിനായിട്ട് ചെയ്യാറുണ്ട്. എന്നാൽ പലപ്പോഴും അതിന്റെ ഫലം നമുക്ക് ഉടനെ ലഭിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് വിഷാദം ഉണ്ടാവും, നിരാശ ഉണ്ടാവും, ചിലപ്പോൾ ഈശ്വരവിശ്വാസം ഇല്ലാതെ ആയിന്നും വരാം. അതേസമയത്ത് ഇതൊന്നും ചെയ്യാത്ത ചിലർക്ക്, തിന്മ ചെയ്യുന്നവർക്ക് ഉയർച്ചയും കാണാം. അപ്പൊ നമുക്ക് വിഷമം ഒന്നുകൂടി വർദ്ധിക്കും. അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ചെയ്യുന്ന നന്മയുടെയും തിന്മയുടെയും ഫലം എന്നായാലും ഭഗവാൻ നമുക്ക് നൽകും. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് അനുഭവിക്കാൻ നമുക്ക് ചിലപ്പോൾ താമസം വരുമെന്ന് മാത്രം. അതുകൊണ്ട് നന്മ ചെയ്യുന്നത് നിർത്തരുത്, തിന്മ ചെയ്യുകയുമരുത്. ഇങ്ങനെ ഈ ഫലം താമസം വരുന്നതിന് കാരണം എന്താണ്? അതിനടിസ്ഥാനമായിട്ടുള്ള ഒരു കഥ പുരാണത്തിൽ കാണാം. കലികാലം അടുത്ത സമയത്ത് കലി ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ബ്രഹ്മാവിനെ കണ്ട് വന്ദിച്ചു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ഭൂമിയിൽ പോയിട്ട് കാര്യമില്ല, അവിടെ ഭക്തന്മാരാണ്, മാത്രമല്ല ഭാരതഭൂമിയിൽ വിശേഷിച്ചും. അപ്പോൾ കലി ബ്രഹ്മാവിനോട് ഒരു കാര്യം അപേക്ഷിച്ചു. അതായത് മനുഷ്യർ ചെയ്യുന്നതായ ആ കർമ്മത്തിന്റെ ഫലം നൽകാനുള്ളതായ അനുവാദം നൽകണം എന്നാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും ഫലം നല്ലതായാലും ചീത്തയായാലും അതിന്റെ ശക്തി എത്രയാണെന്നൊക്കെ നിശ്ചയിച്ച് അതിനനുസരിച്ചുള്ള അനുഗ്രഹം അല്ലെങ്കിൽ ശിക്ഷ എന്താണെന്നൊക്കെ യമധർമ്മൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാവും. അത് എടുത്ത് നൽകുക മാത്രം ചെയ്യാനുള്ള അനുവാദം നൽകണം എന്നാണ് കലി അപേക്ഷിച്ചത്. ബ്രഹ്മാവ് അത് അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? കലി ഭൂമിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരാള് ഒരു നല്ല കാര്യം ചെയ്താൽ അതിന്റെ അനുഗ്രഹം ഉടനെ നൽകില്ല. മറിച്ച് അയാൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചീത്ത കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഉടനെ നൽകും. അപ്പോൾ സൽക്കർമ്മം ചെയ്തിട്ട് കഷ്ടത വന്നു, സ്വാഭാവികമായിട്ട് അയാൾക്ക് വിഷമാവും, പിന്നീട് പലതും ചെയ്യണ്ടെന്നൊക്കെ തോന്നിത്തന്നു. അതേ സമയത്ത് ഒരാൾ ദുഷ്കർമ്മം ചെയ്തു എന്ന് വിചാരിക്കുക, കലി അതിന്റെ ശിക്ഷ ഉടനെ നൽകില്ല. മുൻപ് അയാള് എപ്പോഴെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കുക. ഉണ്ടെങ്കിൽ അതിന്റെ അനുഗ്രഹം ഉടനെ കൊടുക്കുകയും ചെയ്യും. അപ്പോ തിന്മ ചെയ്ത ആൾക്ക് തോന്നുക, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഉയർച്ചയാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്യാം എന്നുള്ള ഒരു വിചാരം ഉണ്ടാകും. എന്നാൽ വാസ്തവത്തിൽ നന്മയുടെയും തിന്മയുടെയും ഫലം നമുക്ക് എന്നായാലും ലഭിക്കും. അതിന് ചിലപ്പോൾ താമസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നന്മ ചെയ്യുന്നത് ഒരിക്കലും നിർത്തരുത്. പിന്നെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന രീതിക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മളൊരു കാര്യം ഉദ്ദേശിച്ച് ഭഗവാനെ ഭജിച്ചു. ഇപ്പൊ വിവാഹം കഴിയാനാണെങ്കിൽ കുറെ ഭജിച്ചിട്ടും ചിലപ്പോൾ ഫലം കണ്ടില്ല എന്ന് വരും. അതേ സമയത്ത് ഭഗവാൻ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? അയാൾക്ക് ഹിതമായിട്ടുള്ളത് എന്താണോ എന്നുള്ളതാണ് നോക്കുക. ചിലപ്പോൾ അയാൾ വളരെ കാത്തിരിക്കുന്നതായ മറ്റൊരു കാര്യം, അതായത് ഒരു ജോലി, നല്ല ജോലി നൽകി അയാളെ അനുഗ്രഹിച്ചു എന്ന് വരും. അയാൾ ചെയ്ത സൽക്കർമ്മത്തിന്റെ ഫലമാണത്. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് അല്ലാതെ ചില അനുഗ്രഹങ്ങൾ ഭഗവാൻ പലപ്പോഴും നൽകാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്തെല്ലാം അപകടങ്ങളിൽ ചെന്ന് പെടേണ്ടതാണ് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ, അതുകൂടാതെ ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന പലർക്കും അപകടം പറ്റുമ്പോഴും നമുക്ക് ചിലപ്പോൾ അപകടം പറ്റാറില്ല.
അതേപോലെ തന്നെ പലർക്കും രോഗം വരുമ്പോഴും ആ രോഗം ചിലപ്പോൾ നമുക്ക് വരാറില്ല. ഇങ്ങനെയൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്ത സൽക്കർമ്മത്തിന്റെ ഫലമായിട്ടാണ്. അത് നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്തതായ സൽക്കർമ്മങ്ങളുടെ ഫലം, അനുഗ്രഹം നമുക്ക് എന്നായാലും ലഭിക്കും. അതുപോലെ ദുഷ്കർമ്മങ്ങളുടെ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിക്കാം. ഇതിൽ ചില അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്യാൻ തോന്നട്ടെ, തിന്മ ചെയ്യാൻ തോന്നാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.